ദൂരദേശങ്ങളിൽ നിന്ന് പോലും തലേ ദിവസം തന്നെ എത്തി മണിക്കൂറുകളോളം ക്യൂ നിന്നിട്ടും തിരക്കിനിടയിൽ ഒരു നിമിഷം പോലും തികച്ച് ഗുരുവായൂരപ്പനെ കാണാൻ സാധിക്കാതെ മടങ്ങുന്നവർ ഇനി ഇങ്ങോട്ടില്ല എന്ന് തീരുമാനിക്കും. പക്ഷേ അവരെ പോലും വീണ്ടും വീണ്ടും തൻ്റെ സന്നിധിയിലേക്ക് ആകർഷിക്കുന്ന ഒരു ദിവ്യ പ്രഭാവമാണ് ഗുരുവായൂരപ്പൻ്റേത്. ആദ്യമായി ഗുരുവായൂർ പോകാനൊരുങ്ങുന്നവർക്കും പലതവണ പോയിട്ടുണ്ടെങ്കിലും അവിടുത്തെ തിരക്കിനിടയ്ക്ക് വെള്ളത്തിൽ വീണ ഇല പോലെ എന്തൊക്കെയോ ചെയ്തു പോകുന്നവർക്കും ഈ വീഡിയോ ഒരുപക്ഷെ ഉപകാരപ്പെട്ടേക്കാം. ക്ഷേത്രത്തിലേക്കെത്താനുള്ള യാത്രാമാർഗങ്ങൾ, പാർക്കിംഗ്, ദേവസ്വം വക താമസ സൗകര്യങ്ങൾ, ക്ഷേത്രത്തിലെ ഒരു ദിവസത്തെ ചടങ്ങുകൾ, വഴിപാട് വിവരങ്ങൾ, തിരക്കൊഴിവാക്കി ദർശനം നടക്കാൻ സാധിക്കുന്ന ദിവസങ്ങൾ, പിന്നെ ക്ഷേത്രത്തിൻ്റെ ചരിത്രവും ഐതിഹ്യവുമെല്ലാം വിവരിക്കാം. തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട്ടാണ് ഗുരുവായൂർ പട്ടണവും ക്ഷേത്രവും. അമ്പലത്തിൽ നിന്നും 1 കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ദിനം പ്രതി നിരവധി ട്രെയിനുകളുണ്ട്. അനേകം ഭക്തർ ഈ ട്രെയിനുകളിൽ വന്ന് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ദർശനം പൂർത്തിയാക്കി പോകാറുണ്ട്. തൃശ്ശൂർ നഗരത്തിൽ നിന്നും ഏകദേശം 25 കിലോമീറ്റർ ദൂരമാണ് ഗുരുവായൂരിലേക്ക്. അവിടെ നിന്നും ഗുരുവായൂരിലേക്ക് ധാരാളം ബസ് സർവീസുകൾ ലഭ്യമാണ്. കേരളത്തിലെ മറ്റു പട്ടണങ്ങളിൽ നിന്നും നേരിട്ട് ഗുരുവായൂരിലേക്ക് ബസ് സർവീസുകളുണ്ട്. ഗുരുവായൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കിഴക്കേ നടയ്ക്ക് സമീപവും KSRTC ബസ് സ്റ്റാൻഡ് പടിഞ്ഞാറേ നടയിലുമാണ്. ഇവിടങ്ങളിൽ നിന്ന് അമ്പലത്തിലേക്ക് എളുപ്പം നടന്നെത്താം. NH-66 കടന്നു പോകുന്ന ചാവക്കാട്ടെ മണത്തല അണ്ടർപാസിലേക്ക് 5 കിലോമീറ്ററിൽ താഴെ ദൂരമേയുള്ളൂ. ഈ ഹൈവേയുടെ പണി പൂർത്തിയായി കഴിഞ്ഞാൽ ദൂരസ്ഥലങ്ങളിൽ നിന്നും ഗുരുവായൂരിലേക്കുള്ള ഗതാഗതം എളുപ്പമാകും. അതനുസരിച്ച് അമ്പലത്തിലെ തിരക്കും കൂടും. അമ്പലത്തിലേക്ക് സ്വന്തം വാഹനങ്ങളിൽ വരുന്നവർക്ക് കിഴക്കേ നടയിലെ മഞ്ജുളാലിനു സമീപമുള്ള പാർക്കിംഗ് ഗ്രൗണ്ടിലോ ഔട്ടർ റിംഗ് റോഡിലെ വടക്കേ നടയിലുള്ള മൾട്ടി ലെവൽ പാർക്കിംഗ് കോംപ്ലക്സിലോ അതല്ലെങ്കിൽ ഇന്നർ റിംഗ് റോഡിലെ കിഴക്കേ നടയ്ക്ക് സമീപമുള്ള മൾട്ടി ലെവൽ പാർക്കിംഗ് കോംപ്ലക്സിലോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാം. ഇവിടങ്ങളിൽ കാറുകൾ മാത്രമല്ല, ട്രാവലർ, ബസ് തുടങ്ങിയ വലിയ വാഹനങ്ങളും പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇത് കൂടാതെ ചെറിയ ചെറിയ പ്രൈവറ്റ് പാർക്കിംഗ് ഗ്രൗണ്ടുകളും അവിടെ ഇവിടെയായി ഉണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഔട്ടർ റിംഗ് റോഡും ഇന്നർ റിംഗ് റോഡും വൺ വേ ആയതിനാൽ ട്രാഫിക് ക്രമീകരണങ്ങൾ പാലിച്ചു വേണം വണ്ടി ഓടിക്കാൻ. ദൂരദിക്കിൽ നിന്നും വരുന്നവർ ഒറ്റ ദിവസം കൊണ്ട് തൊഴുതു മടങ്ങാം എന്ന് കരുതിയാൽ തിരക്കുള്ള ദിവസങ്ങളിൽ അത് സാധ്യമാകണമെന്നില്ല. അമ്പലത്തിന് ചുറ്റും പരിസരത്തുമായി നിരവധി ഹോട്ടലുകളുണ്ട്. ഗുരുവായൂർ ദേവസ്വം നേരിട്ട് നടത്തുന്ന പാഞ്ചജന്യം ഗസ്റ്റ് ഹൗസും ശ്രീവത്സം ഗസ്റ്റ് ഹൗസും തെക്കേ നടയോട് ചേർന്ന് തന്നെയാണ്. ഓൺലൈനായി ബുക്ക് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. തെക്കേ നടയിൽ നിന്നും വെറും 100 മീറ്റർ അകലെയായി ദേവസ്വം ബോർഡിൻ്റെ ഡോർമിറ്ററിയും കംഫർട്ട് സ്റ്റേഷനുമുണ്ട്. ഏതാനും മണിക്കൂർ നേരത്തേക്കോ അല്ലെങ്കിൽ ഒരു രാത്രിയിലേക്കോ ആയി ഇവിടെ റെൻ്റ് ചെയ്യുന്നത് വളരെ ചിലവ് കുറഞ്ഞ ഒരു താമസ സൗകര്യമാണ്. നിങ്ങൾ പ്രൈവറ്റ് ഹോട്ടൽസാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ വാഹനം പാർക്ക് ചെയ്യാൻ അവിടെ സൗകര്യമുണ്ടെന്ന് മുൻകൂട്ടി ഉറപ്പാക്കുന്നത് നന്നായിരിക്കും. കിഴക്കേ നടയിലേക്ക് വരുമ്പോൾ ഗരുഡൻ്റെ ഒരു ഗംഭീരമായ ശില്പവും അതിനോട് ചേർന്ന് ഒരു ആൽമരവും കണ്ടിട്ടുണ്ടാവും. മഞ്ജുളാൽ എന്നാണതിന് പേര്. ക്ഷേത്രത്തിൽ നിന്ന് 700 മീറ്റർ ദൂരെ റോഡിന് നടുവിൽ തറ കെട്ടി സംരക്ഷിച്ചിട്ടുള്ള ആലിനു മുൻപിൽ കിഴക്ക് നിന്നെത്തുന്ന തീർത്ഥാടകരെ സ്വാഗതം ചെയ്യുന്ന വിധം ചിറക് വിരിച്ച് കൊക്ക് ചിരിച്ചു പിടിച്ചു നിൽക്കുന്ന ഗരുഡൻ്റെ പ്രതിമയാണ്. ഗുരുവായൂരിൻ്റെ മുഖമുദ്രയാണ് മഞ്ജുളാലും ഗരുഡനും. ഗുരുവായൂരപ്പ ഭക്തയായിരുന്നു മഞ്ജുള എന്ന യുവതി. ദിവസവും കണ്ണനു ചാർത്താൻ മാല കെട്ടി സമർപ്പിക്കുന്നത് മഞ്ജുളയുടെ പതിവാണ്. ഒരിക്കൽ അമ്മയോടൊപ്പം യാത്ര പോയി മടങ്ങിയെത്താൻ രാത്രിയായി. എന്നിട്ടും കണ്ണനുള്ള മാലയുമായി നടയിൽ ഓടിയെത്തി. പക്ഷേ അപ്പോഴേക്കും നടയടച്ചിരുന്നു. ദുഃഖിതയായ മഞ്ജുള കരയാൻ തുടങ്ങി. ഇത് കണ്ട് ക്ഷേത്ര ദർശനം കഴിഞ്ഞു മടങ്ങിയെത്തിയ പൂന്താനം മഞ്ജുളയെ ആശ്വസിപ്പിച്ചു. തൊട്ടടുത്ത ആലിൻ ചുവട്ടിൽ മാല ചാർത്തിക്കോളൂ, കണ്ണൻ സ്വീകരിക്കും എന്ന ഉറപ്പ് നൽകി. കരച്ചിലടക്കി മഞ്ജുള ആ നിർദ്ദേശം അനുസരിച്ചു. പിറ്റേന്ന് നിർമാല്യത്തിന് മേൽശാന്തി മാലകൾ അഴിച്ചെടുക്കുമ്പോൾ എത്ര മാറ്റിയിട്ടും ഒരു മാല മാത്രം വിഗ്രഹത്തിൽ അവശേഷിച്ചു. ഇതറിഞ്ഞ പൂന്താനം തലേന്ന് മഞ്ജുള ചാർത്തിയ മാലയെപ്പറ്റി വിവരിച്ചു. ആൽച്ചുവട്ടിലെ മാല എടുത്തു മാറ്റിയതോടെ വിഗ്രഹത്തിലെ മാലയും അഴിഞ്ഞു വീണു.
മഞ്ജുള ചാർത്തിയ മാല ഭഗവാൻ സ്വീകരിച്ചു എന്ന് ഭക്തർക്ക് മനസ്സിലായി. അങ്ങനെ ആ ആലിന് മഞ്ജുളാൽ എന്ന പേര് ലഭിച്ചു. 1969 മഞ്ജുളാലിൽ ഗരുഡൻ്റെ ശില്പം സിമൻറ്റിൽ നിർമ്മിച്ചത്. ആ ശില്പത്തിന് പകരം 5200 കിലോ വെങ്കലം ഉപയോഗിച്ച് ശില്പി ഉണ്ണി കാനായി നിർമ്മിച്ച സ്വർണ്ണവർണ്ണത്തിലുള്ള ഗരുഡ ശില്പം 2025 മാർച്ച് 1 അനാച്ഛാദനം ചെയ്തു. സിനിമാ നിർമ്മാതാവും വ്യവസായിയുമായ വേണു കുന്നപ്പള്ളിയാണ് ഈ വെങ്കല ശില്പം സമർപ്പിച്ചത്. ഉത്സവത്തിന് തുടക്കം കുറിച്ച് നടക്കുന്ന ആനയോട്ടം ആരംഭിക്കുന്നത് മഞ്ജുളാലിൽ നിന്നാണ്. അതിനു പിന്നിലും ഒരു കഥയുണ്ട്. ഗുരുവായൂരപ്പൻ ആനകളുടെ കളിത്തോഴനാണെന്നാണ് ഭക്തജന വിശ്വാസം. ക്ഷേത്രത്തിൽ കാലത്തും വൈകിട്ടും രാത്രിയും ശീവേലിയും വിളക്കെഴുന്നള്ളിപ്പും ആനപ്പുറത്താണ്. എന്നാൽ ഗുരുവായൂരിൽ പണ്ട് ആനയില്ലാത്തൊരു കാലമുണ്ടായിരുന്നത്രേ. അന്ന് ഗുരുവായൂർ തൃക്കണാമതിലകം ക്ഷേത്രത്തിൻ്റെ കീഴേടമായിരുന്നു. ഉത്സവത്തിന് ആനകൾ എത്തിയിരുന്നത് അവിടെ നിന്നായിരുന്നു. ഒരു കൊല്ലം ഭരണാധികാരികൾ തമ്മിലുള്ള കുടിപ്പക കാരണം ആനകൾ എത്തിയില്ല. ഉത്സവ കൊടിയേറ്റ ദിവസം രാവിലെ ആനയില്ലാതെ ശീവേലി നടത്തേണ്ടി വന്നു. ഉച്ച കഴിഞ്ഞതോടെ തൃക്കണാമതിലകത്ത് നിന്ന് കുടമണികൾ കിലുക്കി ആനകൾ ക്ഷേത്രത്തിലേക്ക് ഓടിയെത്തിയെന്നാണ് ഐതിഹ്യം. ഉത്സവ കൊടിയേറ്റ ദിവസം രാവിലെ ആനയില്ലാ ശീവേലിയും ഉച്ച കഴിഞ്ഞ് ആനയോട്ടവും ഈ ഐതിഹ്യത്തെ ഓർമ്മിപ്പിക്കുന്ന ചടങ്ങുകളാണ്. ദേവസ്വത്തിൽ ഇപ്പോൾ 40ഓളം ആനകളുണ്ട്. 20 കൊല്ലം മുൻപ് 66 ആനകളുണ്ടായിരുന്നു. ഒന്നിനെ പോലും പണം കൊടുത്ത് വാങ്ങിയതല്ല, എല്ലാം ഭക്തർ നടയിരുത്തിയതാണ്. ഇക്കാലത്ത് ആനയെ വാങ്ങുന്നതോ കൈമാറ്റം ചെയ്യുന്നതോ സാധ്യമല്ലാത്തതിനാൽ ഭക്തർക്ക് 10 ലക്ഷം രൂപ ക്ഷേത്രത്തിലേക്ക് കെട്ടിവെച്ച് പ്രതീകാത്മകമായി ആനയെ നടക്കിയിരുത്താം. ഇനി മുന്നോട്ട് നടക്കാം. ക്ഷേത്രത്തിനുള്ളിലേക്കുള്ള പ്രവേശനം കിഴക്കേ ഗോപുരത്തിലൂടെയാണ്. കിഴക്കു ഭാഗത്താണ് ക്യൂ കോംപ്ലക്സ്. തിരക്ക് കൂടുമ്പോൾ തെക്കേ നടയിലേക്കും അത് കഴിഞ്ഞും ക്യൂ നീളാറുണ്ട്. ക്യൂവിൽ പ്രവേശിക്കുന്നതിന് മുൻപ് മൊബൈൽ ഫോൺ, ബാഗ്, ചെരുപ്പ് എന്നിവ കിഴക്കേ നടയിലെ ക്യൂ കോംപ്ലക്സിന് സമീപത്തോ അല്ലെങ്കിൽ ചുറ്റുമതിലിൻ്റെ തെക്ക് പടിഞ്ഞാറേ കോണിലായുള്ള ക്ലോക്ക് റൂമുകളിൽ ഏതെങ്കിലും ഒന്നിലോ ഏൽപ്പിക്കാം. കിഴക്കേ നടയിലെ ക്യൂ കോംപ്ലക്സിന് സമീപം തന്നെ വലിയ ഒരു ടോയ്ലറ്റ് കോംപ്ലക്സ് ഉണ്ട്. ഇവിടെ കുളിക്കാനുള്ള സൗകര്യമുണ്ട്. അതല്ലെങ്കിൽ വടക്കേ നടയിലെ രുദ്രതീർത്ഥത്തിലും ഭക്തർക്ക് കുളിക്കാൻ അനുവാദമുണ്ട്. പക്ഷേ ഇവിടെ എണ്ണ, സോപ്പ് മുതലായവ തേച്ച് കുളിച്ച് മലിനമാക്കരുത്. ദീർഘനേരം ക്യൂ കോംപ്ലക്സിനുള്ളിൽ കാത്തു നിൽക്കേണ്ടി വരികയാണെങ്കിൽ ടോയ്ലറ്റിൽ പോകാനായി അവിടെയുള്ള സെക്യൂരിറ്റിയുടെ അടുത്ത് നിന്നും ഒരു സ്ലിപ്പ് വാങ്ങി പോയി തിരിച്ചു വരികയാണെങ്കിൽ നമ്മൾ നിന്ന അതേ വരിയിലേക്ക് തന്നെ നമ്മളെ കടത്തിവിടും. കിഴക്കേ നടയിൽ ക്യൂ നിൽക്കുന്നതിന് സമീപമായി നിരവധി കല്യാണ മണ്ഡപങ്ങൾ കണ്ടിട്ടില്ലേ? കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിവാഹം നടക്കുന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് ഗുരുവായൂർ. 100 കണക്കിന് വിവാഹങ്ങളാണ് വിശേഷ മുഹൂർത്തങ്ങളുള്ള ദിവസങ്ങളിൽ ഇവിടെ നടക്കാറുള്ളത്. ഇത്രയധികം വിവാഹങ്ങൾ നടക്കുമ്പോൾ എല്ലാ വധൂവരന്മാർക്കും മുഹൂർത്തം പാലിക്കാൻ സാധിക്കുമോ എന്നൊരു സംശയം എല്ലാവർക്കുമുണ്ട്. എന്നാൽ ഗുരുവായൂരപ്പൻ്റെ മുൻപിൽ വെച്ച് നടത്തപ്പെടുന്ന വിവാഹത്തിന് കൃത്യമായൊരു മുഹൂർത്തം ആവശ്യമില്ലെന്നാണ് വിശ്വാസം. പുലർച്ചെ 3 മണിക്ക് നിർമാല്യത്തോടെ നട തുറക്കുന്നത് മുതലുള്ള ഏത് സമയത്തും വിവാഹമാകാം എന്ന പ്രത്യേകതയുമുണ്ട്. ഭൂലോക വൈകുണ്ഠം എന്നറിയപ്പെടുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം നടത്തിയാൽ ദീർഘകാല ദാമ്പത്യം ലഭിക്കുമെന്നാണ് വിശ്വാസം. കൂടാതെ ദാമ്പത്യ ജീവിതത്തിൽ ഉടനീളം ഗുരുവായൂരപ്പൻ്റെ കടാക്ഷവും ലഭിക്കും. വിവാഹം കഴിഞ്ഞ് ഉടനെ ദമ്പതികൾക്ക് നാലമ്പലത്തിനുള്ളിൽ പ്രവേശനമില്ല. അതിനാൽ വിവാഹത്തിന് മുൻപ് തൊഴുത് അനുഗ്രഹം തേടിയിട്ടാണ് വധൂവരന്മാർ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലുള്ള വിവാഹ മണ്ഡപത്തിൽ പ്രവേശിക്കുക. ഗുരുവായൂരപ്പൻ്റെ മുൻപിൽ വിവാഹം കഴിക്കാൻ സാധിക്കാത്ത ദമ്പതിമാർ വളരെ നാളുകൾക്ക് ശേഷം ഇവിടെ വന്ന് വീണ്ടും മാലയിടുന്ന ചടങ്ങും ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. തനതായ കേരളീയ വാസ്തുവിദ്യാ ശൈലിയിലാണ് ഗുരുവായൂർ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ദേവശില്പിയായ വിശ്വകർമാവാണ് ഇവിടെ ആദ്യത്തെ ക്ഷേത്രം നിർമ്മിച്ചത്. വിഷു ദിവസത്തിൽ സൂര്യൻ്റെ ആദ്യ കിരണങ്ങൾ ഗുരുവായൂരിലെ ഭഗവാന്റെ കാൽക്കൽ വീഴുന്ന വിധത്തിലാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിന് കിഴക്ക് വശത്തും പടിഞ്ഞാറ് വശത്തും ഗോപുരങ്ങളോടുകൂടിയ ഓരോ കവാടങ്ങളുണ്ട്. കിഴക്ക് വശത്തുള്ളതാണ് പ്രധാനം.
ഇവിടെയാണ് 1 നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള വിഖ്യാതമായ ദീപസ്തംഭം സ്ഥാപിച്ചിരിക്കുന്നത്. കൂർമ്മപീഠത്തിൽ നിൽക്കുന്ന 24 അടി ഉയരവും പാദമടക്കം 13 തട്ടുകളുമുള്ള ഈ ദീപസ്തംഭത്തിൻ്റെ മുകളിൽ ഗരുഡ രൂപമാണുള്ളത്. തിരക്കില്ലാത്തപ്പോൾ അവിടെ നിന്ന് നോക്കിയാൽ തന്നെ ഭഗവത് വിഗ്രഹം കാണാൻ സാധിക്കും. അമ്പലത്തിനുള്ളിൽ കയറാൻ സാധിക്കാത്ത ഭക്തർ ഇവിടെ നിന്നാണ് ഭഗവാനെ തൊഴുന്നത്. കിഴക്കേ കവാടം കടന്ന് അകത്ത് ചെന്നാൽ വലതുവശത്തായി തുലാഭാരം നടത്താനുള്ള സൗകര്യങ്ങൾ കാണാം. ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് തുലാഭാരം. തന്നെ പൂർണ്ണമായി ഗുരുവായൂരപ്പനു സമർപ്പിക്കുന്നു എന്ന സങ്കല്പത്തിൽ ഭക്തർ സ്വന്തം തൂക്കത്തിനൊപ്പം ഇഷ്ടദ്രവ്യങ്ങൾ ഭഗവാന് സമർപ്പിക്കുന്നു. സ്വർണം മുതൽ തുളസിയിലയോ തീർത്ഥജലമോ വരെ തുലാഭാരത്തിന് ഉപയോഗിക്കാം. തുലാഭാര കൗണ്ടറിൽ 100ഓളം സാധനങ്ങൾ കരുതി വയ്ക്കും. മറ്റു സാധനങ്ങൾ ഭക്തർ കൊണ്ടുവരികയോ ദേവസ്വത്തിൽ മുൻകൂട്ടി അറിയിച്ച് വാങ്ങിവയ്ക്കുകയോ വേണം. തുലാഭാരത്തിന് മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. തുലാഭാരത്തിന് ഉപയോഗിച്ച സാധനത്തിൻ്റെ വിലയും തട്ടിൽ പണമായി 100 രൂപയും അടച്ചാൽ മതി. പുലർച്ചെ 5 മുതൽ നട തുറന്നിരിക്കുന്ന സമയത്ത് തുലാഭാരം നടത്താം. അഹിന്ദുക്കൾക്ക് കിഴക്കേ നടപ്പുരയിലാണ് തുലാഭാരം നടത്താനുള്ള സൗകര്യം. പ്രധാനമന്ത്രിയായിരിക്കെ ഇന്ദിരാഗാന്ധി ക്ഷേത്രത്തിൽ പഞ്ചസാര കൊണ്ട് തുലാഭാരം നടത്തി. ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി താമരപ്പൂ കൊണ്ടാണ് ഗുരുവായൂരിൽ തുലാഭാരം നടത്തിയത്. ശോഭ ഡെവലപ്പേഴ്സ് ഉടമ PNC മേനോൻ 75 കിലോഗ്രാം സ്വർണം കൊണ്ട് തുലാഭാരം നടത്തിയതും വാർത്തയായി. കവാടത്തിന് ഇടതുവശത്ത് ക്ഷേത്രമതിൽക്കകത്ത് തെക്കു കിഴക്കേ മൂലയിലായി കൂത്തമ്പലം കാണാം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ഏറ്റവും പഴയ നിർമ്മിതിയാണിത്. 1540 പണി കഴിപ്പിച്ച ഈ കൂത്തമ്പലം വിശേഷ അവസരങ്ങളിൽ ചാക്യാർ കൂത്തും കൂടിയാട്ടവും ഇവിടെ നടത്തപ്പെടുന്നു. അവയിൽ ഏറ്റവും പ്രധാനം മണ്ഡലകാലത്ത് നടത്തപ്പെടുന്ന അങ്കുലിയാങ്കം കൂത്താണ്. അശോകവനത്തിൽ കഴിയുന്ന സീതാദേവിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ഹനുമാൻ ദേവിക്ക് രാമമുദ്ര ചാർത്തിയ മോതിരം നൽകുന്ന കഥയെ ആസ്പദമാക്കിയാണ് ഈ കൂത്ത് സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ ഹനുമാൻ വേഷധാരിക്ക് മാത്രമാണ് നാലമ്പലത്തിനുള്ളിൽ മേൽവസ്ത്രം അണിഞ്ഞ് പ്രവേശിക്കുവാൻ അനുവാദമുള്ളത്. കൂത്തമ്പലത്തിലും ഭഗവത് സാന്നിധ്യമുള്ളതായി വിശ്വസിക്കപ്പെടുന്നു. തന്മൂലം ഗുരുവായൂരിലെ പല വിശേഷ ചടങ്ങുകളും നടക്കുന്നത് ഇവിടെ വച്ചാണ്. നവരാത്രി കാലത്തുള്ള പൂജവയ്പ്, ഉത്സവകാലത്തെ സഹസ്രകലശ പൂജ, ഏകാദശിക്കാലത്തെ ദ്വാദശി പണം വയ്ക്കൽ തുടങ്ങിയവ അവയിൽ വിശേഷമാണ്. കൂത്തമ്പലത്തിൽ തൊഴുതാലും ശ്രീകോവിലിൽ തൊഴുതതിൻ്റെ പൂർണ്ണഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം. കിഴക്കേ മുറ്റത്ത് തന്നെ 65 അടി ഉയരമുള്ള സ്വർണ്ണ കൊടിമരം കാണാം. 1952 ഫെബ്രുവരി 6 ഈ കൊടിമരം ഇവിടെ പുനഃപ്രതിഷ്ഠിച്ചത്. ഭഗവത് വാഹനമായ ഗരുഡനെ ശിരസിലേറ്റുന്ന ഈ കൊടിമരം കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ കൊടിമരങ്ങളിലൊന്നാണ്. മുമ്പ് ഇവിടെയുണ്ടായിരുന്ന പഞ്ചലോഹ കൊടിമരം കാലപ്പഴക്കം കൊണ്ട് ദ്രവിച്ചു പോയപ്പോഴാണ് സ്വർണ്ണക്കൊടിമരം പണിത് പ്രതിഷ്ഠിച്ചത്. കൊടിമരത്തിനു സമീപം തന്നെ ആൾരൂപം വഴിപാട് സമർപ്പിക്കാനുള്ള സൗകര്യമുണ്ട്. അവിടെയുള്ള ജീവനക്കാരോട് ആവശ്യപ്പെട്ടാൽ ആൾരൂപം നമുക്ക് തരുകയും ഉദ്ദിഷ്ടകാര്യം മനസ്സിൽ വിചാരിച്ച് സമർപ്പിച്ച ശേഷം വഴിപാടിന് തക്ക തുക ഭണ്ഡാരത്തിലിടുകയും ചെയ്യാം. കൊടിമരം കടന്ന് മുൻപോട്ട് പോകുമ്പോൾ ചുറ്റമ്പലമായി. ഇപ്പോൾ കാണുന്ന ചുറ്റമ്പലം നിർമ്മിച്ചിട്ട് അധിക കാലമായില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? 1970 നവംബർ 29 ഏകാദശി വിളക്ക് കഴിഞ്ഞ് രാത്രി നടയടച്ച ശേഷം പുലർച്ചെ 1:30 ക്ഷേത്രത്തിൽ വൻ അഗ്നിബാധയുണ്ടായി. ചുറ്റമ്പലത്തിൻ്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്തു നിന്നും തീ കിഴക്കും പടിഞ്ഞാറും ഭാഗത്തേക്ക് അതിവേഗം പടർന്നു. ഇതറിഞ്ഞ് ഓടിയെത്തിയവർ തീ അണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. അഗ്നി ശ്രീകോവിലിനെ ബാധിക്കുമെന്ന് ആശങ്കയായതോടെ വിഗ്രഹം കൂത്തമ്പലത്തിലേക്കും പിന്നീട് തന്ത്രിമഠത്തിലേക്കും മാറ്റി. തൃശ്ശൂർ, പൊന്നാനി, കോഴിക്കോട് നഗരങ്ങളിൽ നിന്ന് അഗ്നിരക്ഷാ സേനയെത്തി രാവിലെ 6:30 തീകെടുത്തി. ചെമ്പുമേഞ്ഞ ചുറ്റമ്പലത്തിൻ്റെ കിഴക്ക് ഭാഗം ഒഴികെ കത്തിനശിച്ചു. ശ്രീകോവിലിനെ അഗ്നി ബാധിച്ചില്ല. 30-ാം തീയതി രാവിലെ 10:30 ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹവും ഉപദേവ വിഗ്രഹങ്ങളും പുനഃപ്രതിഷ്ഠിച്ച് പൂജ തുടങ്ങി. തുടർന്ന് സർക്കാർ നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ ഭരണത്തിലെ കെടുകാര്യസ്ഥതകൾ കണ്ടെത്തുകയും 1971 മാർച്ച് 10 സാമൂതിരിയുടെ കയ്യിൽ നിന്ന് ക്ഷേത്രം സർക്കാർ ഏറ്റെടുക്കുകയും ചെയ്തു. ക്ഷേത്ര പുനരുദ്ധാരണത്തിനായി
കെ കേളപ്പൻ ചെയർമാനായി കമ്മിറ്റി രൂപീകരിച്ച് 1975 പുനർനിർമ്മാണം പൂർത്തിയായി. 1978 ഭേദഗതി ചെയ്ത നിയമമനുസരിച്ച് ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഇപ്പോൾ ക്ഷേത്രഭരണം നടക്കുന്നത്. ദേവസ്വം ബോർഡ് ഭരണസമിതിയാണ് മേൽശാന്തിയെ നിയമിക്കുന്നത്. 6 മാസ കാലയളവിലേക്കാണ് നിയമനം. ആ കാലയളവിൽ മേൽശാന്തി അമ്പല പരിസരം വിട്ടുപോകാൻ പാടില്ലാത്ത പുറപ്പെടാ ശാന്തിയായിരിക്കും. ഏപ്രിൽ, ഒക്ടോബർ എന്നീ മാസങ്ങളിലാണ് മേൽശാന്തിമാർ സ്ഥാനമേൽക്കുക. ശുഗപുരം, പെരുവനം എന്നീ ഗ്രാമങ്ങളിൽ നിന്നുള്ള നമ്പൂതിരിമാരാണ് മേൽശാന്തിമാരാകുക. ഗുരുവായൂരമ്പലത്തിൽ 4 തലങ്ങളിലുള്ള പൂജാരിമാരാണുള്ളത്. തന്ത്രി, ഓദിക്കന്മാർ, മേൽശാന്തി, കീഴ്ശാന്തിമാർ എന്നിവരാണവ. ഓരോ കാലയളവിൽ കീഴ്ശാന്തിമാരിൽ 2 പേർ ശാന്തിയേൽക്കും. ക്ഷേത്രത്തിലെ മറ്റു കീഴ്ശാന്തിമാരെ ഏകോപിപ്പിക്കുന്നതും ചില ചടങ്ങുകൾ നടത്തുന്നതും ഇവരായിരിക്കും. ക്ഷേത്രത്തിലെ ഏറെക്കുറെ എല്ലാ പൂജകളും ചെയ്യുന്നത് മേൽശാന്തിയാണെങ്കിലും രാവിലെ നിത്യം നടത്തുന്ന നവകാഭിഷേകം, പന്തീരടി പൂജ എന്നിവയും ഉദയാസ്തമന പൂജ സമയത്തെ അധിക പൂജകളും ഓദിക്കന്മാരുടെ ചുമതലകളാണ്. തന്ത്രിയും മേൽശാന്തിയും ഇല്ലാത്ത സമയത്ത് അവരുടെ ചുമതലകൾ ചെയ്യുന്നതും ഓദിക്കന്മാരാണ്. ഇന്ന് ഓദിക്കൻ പദവി നിലനിൽക്കുന്ന ക്ഷേത്രങ്ങൾ ഗുരുവായൂരും തൃപ്പൂണിത്തുറയും മാത്രമാണ്. ശങ്കരാചാര്യരാണ് ഗുരുവായൂരിലെ പൂജാവിധികൾക്കും അനുഷ്ഠാനങ്ങൾക്കും രൂപകൽപ്പനയും ക്രമവും നൽകിയത് എന്ന് കരുതുന്നു. എന്നാൽ ഒരു സൈനിക യൂണിറ്റിനെ പോലെ അച്ചടക്കത്തോടെയോ കോർപ്പറേറ്റ് സംവിധാനത്തെ പോലെ എഫിഷ്യൻ്റോ ആയ ക്ഷേത്ര ചിട്ടവട്ടങ്ങൾ കൊണ്ടുവന്നത് 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ക്ഷേത്രം ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്നപ്പോഴത്തെ ക്ഷേത്രം മാനേജർ കോന്തിമേനോനായിരുന്നു. അദ്ദേഹം ഭരണരംഗത്ത് അടുക്കും ചിട്ടയും ഏർപ്പെടുത്തി. ക്ഷേത്രക്കുളം കരിങ്കല്ല് കെട്ടി, കൽപ്പടവുകൾ നിർമ്മിച്ചു, നാഴികമണി സ്ഥാപിച്ചു. ക്ഷേത്ര ചടങ്ങുകളിൽ അഷ്ടപതിയും നാഗസ്വരവും ചെണ്ടമേളവും ശിവേലിക്ക് മുന്നിൽ 12 വെള്ളിക്കുത്തുവിളക്കുകളും ഏർപ്പെടുത്തി. ഈ വീഡിയോ തുടർന്ന് കാണുന്നതിന് മുൻപ് ഒരു കാര്യം സൂചിപ്പിക്കട്ടെ. ഇതുപോലെ ചെറുതും വലുതുമായ മറ്റു ക്ഷേത്രങ്ങളുടെയും പൂർണ്ണ വിവരങ്ങൾ അടങ്ങുന്ന നിരവധി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിയാൽ അവയും വരാനിരിക്കുന്ന വീഡിയോസും നിങ്ങളുടെ ഫീഡിൽ ലഭ്യമാകും. മാത്രമല്ല, പല ക്ഷേത്രങ്ങളുടെയും ഉത്സവ തീയതികളും പ്രോഗ്രാം നോട്ടീസുമെല്ലാം കമ്മ്യൂണിറ്റി പോസ്റ്റായി അപ്ലോഡ് ചെയ്യുന്നത് സബ്സ്ക്രൈബേഴ്സിന് ലഭ്യമാകും. അതനുസരിച്ച് ക്ഷേത്രം സന്ദർശനം പ്ലാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ഉപകാരപ്രദമാകും. തൊഴാനായി ഉള്ളിലേക്ക് കടക്കുന്നതിന് മുൻപ് ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഉദ്ഭവത്തിന് കാരണമായ ഒരു കഥ നാരദ പുരാണത്തിൽ വർണ്ണിക്കുന്നുണ്ട്. പണ്ട് ബ്രഹ്മാവ് സൃഷ്ടികർമ്മത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ മഹാവിഷ്ണു അദ്ദേഹത്തിന് മുൻപിൽ പ്രത്യക്ഷനായി. തനിക്കും തൻ്റെ സൃഷ്ടികൾക്കും കർമ്മബന്ധം കൂടാതെ മുക്തിപ്രഭാവത്തിനുള്ള അവസരമൊരുക്കണമെന്ന് ബ്രഹ്മാവ് അഭ്യർത്ഥിച്ചപ്പോൾ മഹാവിഷ്ണു തൻ്റേതു തന്നെയായ ഒരു അഞ്ജന വിഗ്രഹം നിർമ്മിച്ച് അദ്ദേഹത്തിന് സമ്മാനിച്ചു. വംശവർദ്ധനയ്ക്കായി ഭഗവാനെ പോലൊരു പുത്രനെ വേണമെന്ന് ആവശ്യപ്പെട്ട് സുതപസ് എന്ന രാജാവും പത്നി പ്രസന്യയും വളരെ കാലമായി മഹാവിഷ്ണുവിനെ ഭജിക്കുകയായിരുന്നു. ബ്രഹ്മാവ് ഈ വിഗ്രഹം സുതപസിന് സമ്മാനിച്ചു. വിഗ്രഹം കിട്ടിയ ശേഷവും അവർ ഭജനം തുടർന്നു. അവരുടെ പ്രാർത്ഥനയിൽ സംപ്രീതനായ ഭഗവാൻ അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് താൻ തന്നെ 3 ജന്മങ്ങളിൽ പുത്രനായി അവതരിക്കുമെന്നും അപ്പോഴെല്ലാം വിഗ്രഹം പൂജിക്കാനുള്ള ഭാഗ്യം അവർക്കുണ്ടാകുമെന്നും അരുൾ ചെയ്തു. അങ്ങനെ സത്യയുഗത്തിലും ത്രേതായുഗത്തിലും പല ജന്മങ്ങളിലായി അവർക്ക് മേൽപ്പറഞ്ഞ വിഗ്രഹം പൂജിക്കാനുള്ള ഭാഗ്യം സിദ്ധിക്കുകയും ഭഗവാൻ അവരുടെ പുത്രനായി അവതരിക്കുകയും ചെയ്തു. ദ്വാപരയുഗത്തിൽ അവർ വസുദേവരും ദേവകിയുമായി പുനർജനിച്ചപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണനായി അവതരിച്ചു. മാതാപിതാക്കൾ നിത്യപൂജ ചെയ്തിരുന്ന ഈ വിഗ്രഹം അവരുടെ കാലശേഷം ശ്രീകൃഷ്ണൻ ദ്വാരകയിലേക്ക് കൊണ്ടുപോയി. അവിടെ അദ്ദേഹം ഒരു ക്ഷേത്രം നിർമ്മിച്ച് വിഗ്രഹം അവിടെ പ്രതിഷ്ഠിച്ചു. ഒടുവിൽ ദ്വാപരയുഗത്തിൻ്റെ അന്ത്യത്തിൽ ഭഗവാൻ സ്വർഗാരോഹണത്തിനൊരുങ്ങുമ്പോൾ ഭക്തോത്തമനും ശിഷ്യനുമായ ഉദ്ധവരോട് ഇങ്ങനെ പറഞ്ഞു: ഉദ്ധവരെ, ഇന്നേക്ക് 7-ാം ദിവസം ദ്വാരക സമുദ്രത്തിനടിയിലാകും. എന്നാൽ 4 ജന്മങ്ങളിൽ ഞാനും എൻ്റെ മാതാപിതാക്കളും പൂജിച്ച പരമപവിത്രമായ വിഗ്രഹം മാത്രം അതിൽ നിന്ന് രക്ഷപ്പെട്ട് തിരമാലകൾക്ക് മുകളിൽ പൊന്തിക്കിടക്കും.
ആ വിഗ്രഹം താങ്കൾ ദേവഗുരുവായ ബൃഹസ്പതിയെ ഏൽപ്പിക്കണം. ഭഗവാൻ പറഞ്ഞതുപോലെ ദ്വാരക 7-ാം ദിവസം സമുദ്രത്തിനടിയിലായി. ഉദ്ധവർ ബൃഹസ്പതിയോട് ഇക്കാര്യം പറഞ്ഞു. ബൃഹസ്പതി എത്തുമ്പോഴേക്കും ദ്വാരക പൂർണ്ണമായും കടലടിച്ചു പോയി കഴിഞ്ഞിരുന്നു. എന്നാൽ ആ ദിവ്യവിഗ്രഹം കടൽ വെള്ളത്തിൽ ഒഴുകി നടക്കുന്നത് അദ്ദേഹം കണ്ടു. പക്ഷേ അതെങ്ങനെ എടുക്കും എന്നറിയാതെ കുഴഞ്ഞ ബൃഹസ്പതി ഉടനെ തന്നെ ശിഷ്യനായ വായുദേവനെ വിളിച്ചു. വായുദേവൻ പ്രത്യക്ഷപ്പെട്ട് തിരമാലകളിലൂടെ വിഗ്രഹം കരയ്ക്കെത്തിച്ചു. തുടർന്ന് വിഗ്രഹം പ്രതിഷ്ഠിക്കുവാൻ ഉചിതമായ സ്ഥാനം തേടി ആകാശമാർഗേണ ഭാരതം മുഴുവൻ അവർ യാത്ര ചെയ്തു. ഒടുവിൽ ഭാർഗവക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് കടലിനോടടുത്തായി അതിമനോഹരമായ ഒരു താമരപ്പൊയ്ക കാണാനിടയായി. ചുറ്റും പക്ഷികളുടെ കളകൂജനം, ഹരിതാഭ നിറഞ്ഞ അന്തരീക്ഷം. അതിനിടയിൽ അവർ ആകാശത്ത് നിന്ന് ആ അത്ഭുത കാഴ്ച കണ്ടു. അതാ പാർവതീ പരമേശ്വരന്മാർ ആനന്ദ താണ്ഡവ നൃത്തമാടുന്നു. ആ കാഴ്ച കണ്ടപ്പോൾ തന്നെ അവർ താഴെ ഇറങ്ങി. ഇരുവരും പാർവതീ പരമേശ്വരന്മാരെ വന്ദിച്ചു. ശിവൻ മേൽപ്പറഞ്ഞ സ്ഥലത്തിൻ്റെ മാഹാത്മ്യം ബൃഹസ്പതിക്കും വായുദേവനും വിവരിച്ചു കൊടുത്തു. നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലം തന്നെയാണ് പരമപവിത്രമായ ഈ വിഷ്ണു വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നതിന് ഏറ്റവും ഉചിതമായ സ്ഥാനം. ബൃഹസ്പതി, ദേവഗുരുവായ അങ്ങും അങ്ങയുടെ ശിഷ്യനായ വായുദേവനും ചേർന്ന് പ്രതിഷ്ഠ നടത്തുന്ന ഈ സ്ഥലം ഇനി ഗുരുവായൂർ എന്നറിയപ്പെടും. കലികാലത്ത് ഭക്തർക്ക് അഭയമായി ഈ സങ്കേതം മാറും. ഞാൻ പാർവതീദേവിയോടൊപ്പം അടുത്തു തന്നെ സ്വയംഭൂവായി അവതരിക്കുകയും ചെയ്യും. ഇതു കേൾക്കേണ്ട താമസം ബൃഹസ്പതി ദേവശില്പിയായ വിശ്വകർമാവിനെ വിളിച്ചു. അദ്ദേഹം ഉടനെ തന്നെ പഞ്ചപ്രാകാരങ്ങളോടുകൂടിയ ഒരു മഹാക്ഷേത്രം പണികഴിപ്പിച്ചു. ബൃഹസ്പതിയും വായുദേവനും താന്ത്രിക വിധിപ്രകാരം അവിടെ പ്രതിഷ്ഠ കഴിച്ചു. ദേവന്മാർ പുഷ്പവൃഷ്ടി നടത്തി. നാരദ മഹർഷി സ്തുതിഗീതങ്ങൾ പാടി. ഈ മംഗളമുഹൂർത്തത്തിന് സാക്ഷിയാകാൻ നിന്ന പാർവതീ പരമേശ്വരന്മാർ അടുത്തു തന്നെയുള്ള മമ്മിയൂരിൽ സ്വയംഭൂവായി അവതരിച്ചു. അങ്ങനെ ഗുരുവും വായുവും ചേർന്ന് വിഷ്ണു പ്രതിഷ്ഠ നടത്തിയ ഈ പുണ്യഭൂമി ഗുരുവായൂരായും അവിടുത്തെ ദേവൻ ഗുരുവായൂരപ്പനായും മാറി. വൈകുണ്ഠത്തിലേതുപോലെ ഭഗവാൻ ഇവിടെയും സർവചൈതന്യ സമ്പൂർണനായി വാഴുന്നതിനാൽ ഇവിടം ഭൂലോക വൈകുണ്ഠമാകുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിന് 5000 വർഷമെങ്കിലും പഴക്കമുണ്ട് എന്ന് വിശ്വസിക്കുന്നു. എന്നാൽ അത് തെളിയിക്കാൻ പറ്റിയ രേഖകളില്ല. ക്ഷേത്രത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന ഏറ്റവും പഴയ ചരിത്രകൃതി 14-ാം നൂറ്റാണ്ടിലെ മണിപ്രവാള പുസ്തകമായ കോക സന്ദേശമാണ്. ഇതിൽ കുരവയൂർ എന്ന് പ്രതിപാദിച്ചിരിക്കുന്നു. 16-ാം നൂറ്റാണ്ടിലെ പല കൃതികളിലും ഗുരുവായൂരിനെക്കുറിച്ചുള്ള കുറിപ്പുകളും വർണ്ണനയും കാണാം. എങ്കിലും മേൽപ്പത്തൂരിൻ്റെ നാരായണീയമാണ് ഗുരുവായൂർ ക്ഷേത്രത്തെ പ്രശസ്തമാക്കിയത്. വില്യം ലോഗൻ മലബാർ മാനുവലിൽ ഇങ്ങനെയാണ് ഗുരുവായൂർ ക്ഷേത്രത്തെപ്പറ്റി രേഖപ്പെടുത്തിയിരിക്കുന്നത്. തിരുനാവായ കഴിഞ്ഞാൽ പ്രാധാന്യം കൊണ്ട് രണ്ടാമത് വരുന്നത് പൊന്നാനി താലൂക്കിൽ തന്നെയുള്ള ഗുരുവായൂർ ക്ഷേത്രമാണ്. തളർവാദ രോഗശാന്തിക്ക് പുകൾപെറ്റതാണ് ഈ ഹൈന്ദവാരാധന കേന്ദ്രം. ടിപ്പു സുൽത്താൻ്റെ പടയോട്ടക്കാലത്ത് കേരളത്തിലെ പ്രത്യേകിച്ച് മലബാറിലെ ക്ഷേത്രങ്ങൾ പലതും തകർക്കപ്പെട്ടിരുന്നു. അവയിൽ പലതിലും ഇന്നും അത്തരം അവശേഷിപ്പുകൾ കാണാം. ഗുരുവായൂർ ക്ഷേത്രവും അത്തരത്തിൽ തകർക്കപ്പെടുമോ എന്നൊരു സംശയം നാട്ടുകാരായ ഹിന്ദുക്കൾക്ക് തോന്നി. അവർ ക്ഷേത്രം ഊരാളനായിരുന്ന മല്ലിശ്ശേരി നമ്പൂതിരിയെയും മറ്റുള്ളവരെയും വിവരമറിയിച്ചു. തുടർന്ന് സുരക്ഷിതമായ ഒരു സ്ഥാനം അന്വേഷിച്ച അവർ കണ്ടെത്തിയത് കേരളത്തിലെ മറ്റൊരു പ്രധാന ശ്രീകൃഷ്ണ ക്ഷേത്രമായ അമ്പലപ്പുഴയാണ്. അമ്പലപ്പുഴ അന്ന് തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്നു. അതിനാൽ അന്നത്തെ തിരുവിതാംകൂർ രാജാവായിരുന്ന ധർമ്മരാജയുടെ അനുമതി വാങ്ങി അമ്പലപ്പുഴയിലേക്ക് വിഗ്രഹം കൊണ്ടുപോയി. അവിടെ ക്ഷേത്രത്തിൻ്റെ തെക്കേ നടയിലുണ്ടായിരുന്ന പഴയ ചെമ്പകശ്ശേരി രാജവംശത്തിൻ്റെ കൊട്ടാരത്തിൽ പ്രത്യേകം തീർത്ത ശ്രീകോവിലിലാണ് വിഗ്രഹം പ്രതിഷ്ഠിച്ചത്. അതിനോട് ചേർന്ന് ഒരു തിടപ്പള്ളിയും അടുത്ത് ഒരു കിണറും കൂടി പണിയിച്ചു. ഇന്നും അമ്പലപ്പുഴയിൽ ആ ശ്രീകോവിലും തിടപ്പള്ളിയും കിണറുമെല്ലാം ഉണ്ട്. ഇന്ന് ആ സ്ഥലം ഗുരുവായൂർ നട എന്നറിയപ്പെടുന്നു. അമ്പലപ്പുഴയിൽ ഉച്ചപൂജയ്ക്ക് പായസം എഴുന്നള്ളിക്കുമ്പോൾ വടക്കേ നടയിൽ ഒരു കൃഷ്ണപ്പരുന്ത് വട്ടമിട്ട് പിറക്കും. ഇത് ഗുരുവായൂരപ്പൻ്റെ പ്രതീകമായി വിശ്വസിച്ചു വരുന്നു. അതുകൊണ്ട് തന്നെ ഗുരുവായൂരിൽ ഉച്ചപൂജയ്ക്ക് ശേഷം നടയടച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വൈകിട്ടാണ് ഉച്ചശീവേലി നടക്കുന്നത്.
ഗുരുവായൂർ ക്ഷേത്രം തകർക്കാൻ ടിപ്പു സുൽത്താന് കഴിഞ്ഞില്ല. ടിപ്പുവിൻ്റെ സൈന്യം ഗുരുവായൂരിനടുത്ത് തമ്പടിക്കുകയും ഗുരുവായൂരിലെ മിക്ക ക്ഷേത്രങ്ങളും തകർക്കുകയും ചെയ്തെങ്കിലും ഗുരുവായൂർ ക്ഷേത്രം മാത്രം തകർക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. ഇത് ശ്രമിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ഇടിയും മഴയും വരികയും അതോടെ ക്ഷേത്രം തകർക്കാനാകാതെ സ്ഥലം വിടുകയും ചെയ്യുകയായിരുന്നത്രേ. പിന്നീട് വിഗ്രഹം ഇവിടെ തിരികെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചുവെന്നാണ് വിശ്വാസം. ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശ്രീകൃഷ്ണ സങ്കല്പത്തിൽ പൂജിക്കപ്പെടുന്ന ചതുർബാഹുവും ശംഖചക്ര ഗദാ പത്മധാരിയുമായ മഹാവിഷ്ണു ഭഗവാനാണ്. പാതാളാഞ്ജനം എന്ന അത്യപൂർവമായ ശിലയിൽ തീർത്ത അതിമനോഹരമായ 4 അടി ഉയരമുള്ള വിഗ്രഹം ശ്രീകോവിലിനുള്ളിലെ കൊടിയ ചൂടിലും തണുപ്പോടുകൂടി നിലനിൽക്കുന്നതിനാൽ അതിൽ ചാർത്തുന്ന കളഭവും ചന്ദനവുമെല്ലാം ഉണങ്ങിപ്പോകാതെ അതേപടി നിലനിൽക്കുന്നുവെന്ന് മേൽശാന്തിമാർ സാക്ഷ്യപ്പെടുത്തുന്നു. തന്മൂലം ഏറെ പവിത്രമായി കണക്കാക്കപ്പെടുന്ന ഈ വിഗ്രഹം സാധാരണ വിഷ്ണു വിഗ്രഹങ്ങൾ പോലെ തന്നെ നിൽക്കുന്ന രൂപത്തിൽ തന്നെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. കിഴക്കോട്ട് ദർശനമായാണ് ഗുരുവായൂരപ്പനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. പുറകിലെ വലതുകൈയിൽ ചക്രം, മുൻപിലെ വലതുകൈയിൽ പത്മം, പുറകിലെ ഇടതുകൈയിൽ ശംഖ്, മുമ്പിലെ ഇടതുകൈയിൽ ഗദ എന്നിവ ധരിച്ച ജനാർദ്ദന ഭാവത്തിലുള്ള പ്രതിഷ്ഠയാണ് ഗുരുവായൂരിലേത്. ഭഗവാനെ തൊഴുത് പ്രദക്ഷിണം വയ്ക്കുമ്പോൾ 4 അമ്പലത്തിനകത്ത് തെക്കു പടിഞ്ഞാറേ മൂലയിലായി ഗണപതി പ്രതിഷ്ഠ കാണാം. കിഴക്കോട്ടാണ് ദർശനം. മുൻപ് ഇവിടെ പ്രദക്ഷിണം വയ്ക്കുവാൻ സൗകര്യമുണ്ടായിരുന്നില്ല. തീപിടുത്തത്തിന് ശേഷം പുതുക്കി പണിതപ്പോൾ ഇവിടെ പ്രദക്ഷിണത്തിന് സൗകര്യമുണ്ടാക്കിയിട്ടുണ്ട്. ശ്രീകോവിലിന് നേരെ പുറകിലായി അനന്തപത്മനാഭ സ്വാമിയുടെ ഒരു രൂപം കാണാം. ഇവിടെ ഒരു അനന്തശയന ചിത്രമായിരുന്നു ആദ്യമുണ്ടായിരുന്നത്. ഗുരുവായൂർ ശ്രീവൈകുണ്ഠം എന്നറിയപ്പെട്ടിരുന്ന ഈ ചിത്രം ഗുരുവായൂരിൽ വരുന്ന ഭക്തരുടെ മുഖ്യ ആകർഷണമായിരുന്നു. 1970-ലുണ്ടായ തീപിടുത്തത്തിൽ ഇത് പൂർണ്ണമായും കത്തിനശിച്ചു. തുടർന്നാണ് ഇന്നത്തെ കരിങ്കൽ ശില്പം നിർമ്മിച്ചത്. വടക്കേ നടയിലൂടെ പുറത്തേക്കിറങ്ങി വലതുവശത്തേക്ക് നടന്നാൽ വടക്കുകിഴക്കേ മൂലയ്ക്കലായി ഇടത്തരികത്തുകാവ് ഭഗവതിയുടെ ക്ഷേത്രം കാണാം. ഭഗവാന്റെ അരികിൽ ഇടതുഭാഗത്തായി കുടികൊള്ളുന്നതുകൊണ്ടാണ് ഇടത്തരികത്ത് ഭഗവതി എന്ന് വിളിക്കുന്നത്. ഇവിടുത്തെ പരാശക്തി ഭഗവാന് മുൻപേ ഇവിടെ കുടികൊണ്ടിരുന്നുവെന്നും മഹാവിഷ്ണു പ്രതിഷ്ഠ നടന്നപ്പോൾ വടക്ക് കിഴക്കോട്ട് മാറി സ്വയംഭൂവായി അവതരിച്ചുമെന്നുമാണ് വിശ്വാസം. അതിനാൽ ഗുരുവായൂരിൽ ആദ്യം ഭഗവതിയെ വന്ദിക്കണമെന്നാണ് ആചാരം. എന്നാൽ ക്യൂവിൽ നിൽക്കുന്നവർക്ക് ഇത് സാധിക്കാറില്ല. ഇവിടെ അഴൽ എന്നു പേരുള്ള പ്രത്യേക ചടങ്ങാണ് പ്രധാന വഴിപാട്. അഴൽ എന്നാൽ ദുഃഖം എന്നാണ് അർത്ഥം. രാത്രി ഭഗവാന്റെ നടയടച്ച ശേഷം നടത്തുന്ന ഒരു ചടങ്ങാണിത്. പച്ചരി, വെള്ളരി, ശർക്കര, നാളികേരം തുടങ്ങിയവ തുണിയിൽ ചുറ്റിവച്ച് വാഴത്തണ്ടിൽ കെട്ടിവച്ച ശേഷം അതിൽ തീ കൊളുത്തി നടത്തുന്നതാണ് ഈ ചടങ്ങ്. ഭക്തരുടെ അഴലുകൾ ഭഗവതി അഗ്നിയിൽ ദഹിപ്പിച്ച് ഇല്ലാതാക്കുന്നു എന്നാണ് സങ്കല്പം. ഇവിടെ തന്നെ പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിന്ന് മമ്മിയൂരപ്പനെ ഭക്തജനങ്ങൾ തൊഴുന്നതും കാണാം. 4 അമ്പലത്തിന് പുറത്ത് പ്രദക്ഷിണ വഴിയിൽ തെക്കേ കിഴക്കേ മൂലയ്ക്കലായാണ് ശാസ്താപ്രതിഷ്ഠ. കൂത്തമ്പലത്തിന് മുൻപിലായി പടിഞ്ഞാറോട്ടാണ് ദർശനം. 4 അമ്പലത്തിന് പുറത്തുള്ള ഏക ഉപദേവനും ഇതാണ്. പ്രദക്ഷിണം തുടരുമ്പോൾ പുനരുദ്ധാരണ സമയത്തു നിർമ്മിച്ച നിരവധി സ്തംഭങ്ങളും അതിൽ നിർമ്മിച്ചിരിക്കുന്ന ദശാവതാരങ്ങളും പൂന്താനം, നാരായണ ഭട്ടതിരി, മാനവേദരാജ തുടങ്ങിയ ഭക്തോത്തമന്മാരുടെ രൂപങ്ങളും കാണാം. വടക്കേ നടയിലും പടിഞ്ഞാറേ നടയിൽ വെളിയിൽ ഇടതുഭാഗത്തായും വഴിപാട് കൗണ്ടറുകളും കാണാം. ഗുരുവായൂരമ്പലത്തിലെ ഒരു ദിവസത്തെ പൂജകളും ചടങ്ങുകളും, കൃഷ്ണനാട്ടം, ഉദയാസ്തമന പൂജ എന്നിങ്ങനെയുള്ള വിവിധ വഴിപാടുകൾ, ഉത്സവം, ഏകാദശി തുടങ്ങിയ വിശേഷ ദിവസങ്ങൾ, ഭജനയിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നിങ്ങനെ പറയാൻ നിരവധി കാര്യങ്ങൾ ബാക്കിയുണ്ട്. സെക്കൻഡ് പാർട്ടായി ഉടൻ തന്നെ അത് അപ്ലോഡ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ അതും തീർച്ചയായും കാണണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുമല്ലോ. നിങ്ങളുടെ മാർഗനിർദ്ദേശങ്ങളും അഭിപ്രായവും കമൻറ്റ് ചെയ്യൂ. നന്ദി, നമസ്കാരം.